രാഷ്ട്രീയത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വാക്കുണ്ട്: സഖ്യം. പ്രത്യേകിച്ച് വഞ്ചനയുടെയും കാലുമാറ്റങ്ങളുടെയും വലിയ ചരിത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ തമിഴ്നാടിൻ്റെ മണ്ണിൽ, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചൂടും ചൂരുമുള്ള ആ മണ്ണിൽ കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ എട്ടിൻ്റെ പണി കിട്ടാൻ പോവുകയാണ്. വർഷങ്ങളായി തങ്ങളെ തോളിലേറ്റി നടന്ന DMK മുന്നണിയെയും MK സ്റ്റാലിനെയും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ വഞ്ചിച്ച് അധികാരത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി വിജയുടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ കൂടാരത്തിലേക്ക് ചേക്കേറിയ കോൺഗ്രസിൻ്റെ ശവക്കുഴിയാണ് ഇപ്പോൾ അവിടെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. വിജയ് എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ജനപ്രീതിയുടെ തണലിൽ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ നുണയാമെന്ന് കരുതിയ കോൺഗ്രസ് നേതൃത്വത്തിന് സ്വന്തം വിലാസം പോലും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇനി ദക്ഷിണേന്ത്യ കാണിച്ചു തരാൻ പോകുന്നത്. കോൺഗ്രസിനെ മുന്നണിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കാനുള്ള കൃത്യമായ തിരക്കഥ TVK നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയായിരിക്കും ഇത്. എന്തുകൊണ്ടാണ് വിജയ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്? അതിന് പിന്നിലെ കൃത്യമായ കണക്കുകളും തെളിവുകളും എന്തൊക്കെയാണ്? ദേശീയ മാധ്യമങ്ങളായ ആജ്തക്കിൻ്റെയും പ്രമുഖ ഡീറ്റെയിൽ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റിൻ്റെ സൗത്ത് സെൻട്രൽ 77 പോഡ്കാസ്റ്റിൻ്റെയും റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയാന്ത്യത്തിൻ്റെ കൃത്യമായ ചരിത്രം നമുക്ക് ലഭിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തമിഴ്നാട്ടിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? സ്വന്തമായി ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പോലും ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കെൽപ്പില്ലാത്ത ഒരു അസ്ഥികൂടം മാത്രമായിരുന്നു അവിടെ കോൺഗ്രസ്. കരുണാനിധിയുടെയും പിന്നീട് സ്റ്റാലിൻ്റെയും ദയാദാക്ഷിണ്യത്തിൽ DMK നൽകുന്ന സീറ്റുകളിൽ മത്സരിച്ച് DMKയുടെ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിച്ചു കയറിയ വെറും വോട്ടുണ്ണികൾ. എന്നിട്ടും വിജയ് എന്ന പുതിയ രാഷ്ട്രീയ തരംഗം തമിഴ്നാട്ടിൽ ആഞ്ഞു വീശുന്നു എന്ന് കണ്ടപ്പോൾ യാതൊരു ലജ്ജയുമില്ലാതെ കോൺഗ്രസ് DMKയെ വഞ്ചിച്ച് TVK പാളയത്തിലേക്ക് ചാടി. വിജയുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് കീഴിൽ ചില നിർണായക മന്ത്രിസ്ഥാനങ്ങൾ, കൂടുതൽ MLAമാർ, അധികാരത്തിൻ്റെ സുഖശീതളിമ, ഇതൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ വ്യാമോഹങ്ങൾ. എന്നാൽ സിനിമയിലെ നായകനെ പോലെ രാഷ്ട്രീയത്തിലും മാസ് എൻട്രി നടത്തിയ വിജയ് കോൺഗ്രസ് വിചാരിച്ചത്ര പൊട്ടനല്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. തൻ്റെ ചെറുകിൻ കീഴിൽ കയറിക്കൂടിയ കോൺഗ്രസിനെ ഒരു ബാധ്യതയായി വിജയ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് എന്ന പേര് കൂടെയുണ്ടെങ്കിൽ അത് തനിക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നും തൻ്റെ ക്ലീൻ ഇമേജിനെ അത് തകർക്കുമെന്നും അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കറിവേപ്പില പോലെ വലിച്ചെറിയാനുള്ള നീക്കങ്ങൾ വിജയ് രഹസ്യമായി ആരംഭിച്ചു കഴിഞ്ഞു. സസ്പെൻസുകൾ നിറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയെ വെല്ലുന്നതാണ് TVKയുടെ പുതിയ നീക്കങ്ങൾ. ദേശീയ മാധ്യമമായ ആജ്തക്ക് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു സഖ്യകക്ഷിയുടെയും സഹായമില്ലാതെ തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടാനുള്ള തന്ത്രങ്ങളാണ് വിജയ് മെനയുന്നത്. 234 അംഗങ്ങളുള്ള തമിഴ്നാട് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റുകളാണ്. എന്നാൽ കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും പിന്തുണയോടെ ആ ലക്ഷ്യം വിജയ് മറികടന്നെങ്കിലും ഇനി അതല്ല വിജയുടെ ലക്ഷ്യം. കോൺഗ്രസ് ഇല്ലാതെ ഈ 118 എന്ന മാന്ത്രിക സംഖ്യ ഒറ്റയ്ക്ക് തികയ്ക്കാൻ വിജയ് നടത്തുന്ന കരുനീക്കങ്ങൾ കണ്ടാൽ വമ്പൻ രാഷ്ട്രീയ ചാണക്യന്മാർ പോലും വായി പൊളിച്ചു പോകും. ഈ കോൺഗ്രസിനെ ഒഴിവാക്കാൻ വിജയ് ആദ്യം പയറ്റിയത് ശത്രു പാളയത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കാണ്. AIADMK ക്യാമ്പിൽ വിള്ളലുണ്ടാക്കി അവരുടെ 3 സിറ്റിംഗ് MLAമാരെ വിജയ് TVKയിലേക്ക് റാഞ്ചി. കോൺഗ്രസ് നേതാക്കൾ മന്ത്രിസ്ഥാനങ്ങൾ സ്വപ്നം കണ്ടുറങ്ങുമ്പോൾ വിജയ് പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ 3 MLAമാരുടെ രാജിയെ തുടർന്ന് മധുരാന്തകം, ധാരാപുരം, പെരുന്തുറൈ എന്നീ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ 3 സീറ്റുകളിലും TVK ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാനാണ് പദ്ധതി. അതായത് സഖ്യകക്ഷികളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളില്ലാതെ തന്നെ ജനങ്ങൾക്കിടയിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാനുള്ള വിജയുടെ ലിറ്റ്മസ് ടെസ്റ്റാണിത്. ഈ 3 മണ്ഡലങ്ങളിലും TVK ഒറ്റയ്ക്ക് വിജയിച്ചാൽ പിന്നെ കോൺഗ്രസിനോട് ഗെറ്റ് ഔട്ട് അടിക്കാൻ വിജയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല. ഒരു വശത്ത് കുതിരക്കച്ചവടം നടത്തുമ്പോൾ മറുവശത്ത് സാധാരണക്കാരുടെ ഹൃദയം കീഴടക്കാനുള്ള കൃത്യമായ ഡാറ്റാബേസ് തന്ത്രങ്ങളാണ് TVK പയറ്റുന്നത്. സഹകരണ ബാങ്കുകളിൽ നിന്നും കർഷകർ എടുത്ത 50,000 രൂപ വരെയുള്ള കാർഷിക വായ്പകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് ഒറ്റയടി എഴുതിത്തള്ളി. ഇതിലൂടെ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങളാണ് TVKയുടെ സ്ഥിരം വോട്ട് ബാങ്കായി മാറുന്നത്. കൂടാതെ 50,000 രൂപയ്ക്ക് മുകളിൽ വായ്പ എടുത്തവർക്ക് 5,000 രൂപയുടെ അധിക ഇളവും പ്രഖ്യാപിച്ചു. ഇവിടെയാണ് കോൺഗ്രസ് വീഴുന്നത്. ദരിദ്രരെയും കർഷകരെയും ഉന്നം വച്ചുള്ള കോൺഗ്രസിൻ്റെ പ്രകടന പത്രികകൾ വെറും കടലാസുകളിൽ ഒതുങ്ങുമ്പോൾ അധികാരത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ കോടികളുടെ ബാധ്യത സർക്കാരിന് ഏറ്റെടുത്തുകൊണ്ട് വിജയ് കർഷകരുടെ രക്ഷകനായി മാറുകയാണ്. ഈ ജനപ്രീതിക്ക് മുന്നിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആവശ്യകത എന്താണ് എന്ന് TVK അണികൾ തന്നെ ചോദിച്ചു തുടങ്ങി.
കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന TVKയുടെ മറ്റൊരു നീക്കം വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. ജൂൺ 18-ന് തമിഴ്നാട്ടിൽ ഒഴിവുവരുന്ന ഒരു രാജ്യസഭാ സീറ്റിലേക്ക് തങ്ങളുടെ പാർട്ടി പ്രതിനിധിയെ അയക്കാൻ കോൺഗ്രസ് ചരടുവലികൾ നടത്തുന്നതിനിടെയാണ് വിജയ് അടുത്ത ബോംബ് പൊട്ടിച്ചത്. അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് ജനപ്രിയനായ മുൻ IAS ഉദ്യോഗസ്ഥൻ U സഹായത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ TVK തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു സാധാരണ തീരുമാനമല്ല. 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള കോടികളുടെ അഴിമതി കഥകളുടെ കറ പുരണ്ട ചരിത്രമാണ് കോൺഗ്രസിനും അവരുടെ മുൻ സഖ്യകക്ഷികൾക്കും ഉള്ളത് എന്ന് വരുത്തി തീർക്കുകയാണ് വിജയ്. സഹായത്തെ പോലെ ക്ലീൻ ഇമേജുള്ള ഒരാളെ ഡൽഹിയിലേക്ക് അയക്കുന്നതിലൂടെ വിജയ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അഴിമതിക്കാർക്കും കള്ളന്മാർക്കും എൻ്റെ പാർട്ടിയിൽ സ്ഥാനമില്ല. ഈ സന്ദേശം കൃത്യമായി കൊള്ളുന്നത് കോൺഗ്രസിന് നെഞ്ചിലാണ്. അഴിമതിയുടെ പര്യായമായ കോൺഗ്രസിനെ കൂടെ നിർത്തിയാൽ അത് U സഹായത്തെ പോലെയുള്ളവരുടെ സാന്നിധ്യമുണ്ടാക്കുന്ന തിളക്കം കുറയ്ക്കുമെന്ന് വിജയ്ക്ക് നന്നായി അറിയാം. ഇനി നമുക്ക് മറ്റൊരു സുപ്രധാന തെളിവിലേക്ക് വരാം. ദ ന്യൂസ് മിനിറ്റ് പോഡ്കാസ്റ്റായ സൗത്ത് സെൻട്രൽ 77-ൽ പ്രമുഖ മാധ്യമപ്രവർത്തകരായ ധന്യ രാജേന്ദ്രനും പൂജ പ്രസന്നയും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കോൺഗ്രസിൻ്റെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ ശേഷം വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിൽ സന്ദർശിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ച വെറുമൊരു മര്യാദാ സന്ദർശനമായിരുന്നില്ല. വന്ദേ മാതരം വിവാദം, മേക്കേദാട്ടു പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന ജലതർക്കം, പുതിയ പ്രതിരോധ പദ്ധതികൾ, ഈ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്ന നിരന്തരമായ പ്രശ്നം തുടങ്ങിയ തമിഴ്നാടിലെ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിജയ് പ്രധാനമന്ത്രിക്ക് ഒരു വിശദമായ നിവേദനം നൽകി. എന്നാൽ പോഡ്കാസ്റ്റിൽ മാധ്യമപ്രവർത്തകർ വളരെ കൃത്യമായി ഒരു കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പല കാര്യങ്ങളിലും ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയോട് വ്യക്തത തേടുന്നത് വളരെ വിചിത്രമായ ഒരു സമീപനമാണ്. എന്തുകൊണ്ടാണ് വിജയ് എങ്ങനെ ചെയ്തത്? അവിടെയാണ് സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരം ശൈലിയായ കേന്ദ്ര വിരുദ്ധത പൂർണ്ണമായും ഉപേക്ഷിച്ച് കേന്ദ്ര സർക്കാരുമായും സാക്ഷാൽ നരേന്ദ്രമോദിയുമായും ഒരു മൃദു സമീപനം സ്വീകരിക്കാൻ വിജയ് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണിത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് മരണമണിയാണ്. BJPയുമായി സമാധാനത്തിൽ പോകാൻ വിജയ് തീരുമാനിച്ചാൽ പിന്നെ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി എന്താണ്? ഒന്നുമില്ല. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകളും പ്രതിരോധ പദ്ധതികളും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരാൻ മോദിയുമായി നല്ല ബന്ധം അനിവാര്യമാണെന്ന് വിജയ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പുതിയ രാഷ്ട്രീയ സമവാക്യത്തിൽ BJPയുടെ ബദ്ധശത്രുവായ കോൺഗ്രസ് TVKയ്ക്ക് വെറുമൊരു വേസ്റ്റ് ലഗേജ് മാത്രമാണ്. പോഡ്കാസ്റ്റിൽ പൂജ പ്രസന്ന അവതരിപ്പിച്ച ലെറ്റ് മീ എക്സ്പ്ലെയിൻ പരമ്പരയിലെ നിരീക്ഷണങ്ങൾ കോൺഗ്രസിൻ്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരമാണ്. AIADMK MLAമാരെ TVKയിലേക്ക് കൊണ്ടുവന്നതിനെ പ്രത്യയശാസ്ത്രപരമായ ഒത്തുചേരലെന്നാണ് TVK ന്യായീകരിക്കുന്നത്. എന്നാൽ അത് വെറും പച്ചക്കള്ളമാണെന്നും യാതൊരു നൈതികതയുമില്ലാത്ത പക്ക കുതിരക്കച്ചവടമാണ് അവിടെ നടക്കുന്നതെന്നും റിപ്പോർട്ട് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. വിജയ് വെറുമൊരു സിനിമാ നടനല്ല. ഏത് തരംതാണ രാഷ്ട്രീയ കളികളും കളിക്കാൻ മടിയില്ലാത്ത ഒരു പക്ക പൊളിറ്റീഷ്യനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അധികാരം നിലനിർത്താൻ എത്ര കോടികൾ എറിഞ്ഞും MLAമാരെ വിലക്കെടുക്കാൻ TVK തയ്യാറാണ്. സ്വന്തമായി MLAമാരെ പണം കൊടുത്ത് വാങ്ങാൻ ശേഷിയുള്ള ഒരു പാർട്ടിക്ക് വെറുതെ കുറേ സീറ്റുകൾ കോൺഗ്രസിന് ഔദാര്യമായി നൽകേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് TVK നേതൃത്വം കോൺഗ്രസിനെ പരോക്ഷമായി അറിയിക്കുന്നത്. ഒരു കാലത്ത് കാമരാജിനെ പോലെയുള്ള മഹാരഥന്മാർ ഭരിച്ച തമിഴ്നാട്ടിൽ ഇന്ന് കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഗതികേട് നോക്കുക. സ്റ്റാലിനെ ചതിച്ച് TVKയുടെ കൂടെ പോയതുകൊണ്ട് കോൺഗ്രസിന് ഇനി ഒരിക്കലും DMKയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവിടെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞു. മറുഭാഗത്ത് വോട്ട് ബാങ്ക് ഇല്ലാത്ത അഴിമതിയുടെ ദുർഗന്ധം വമിക്കുന്ന കോൺഗ്രസിനെ കൂടെ നിർത്താൻ TVKയും തയ്യാറല്ല. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്താൻ കെൽപ്പില്ലാത്ത കോൺഗ്രസ് വിജയുടെ സ്റ്റാർ വാല്യൂവിൽ വിജയിച്ചു കയറാമെന്ന വ്യാമോഹത്തിലാണ് DMKയുടെ കഴുത്തറുത്തത്. എന്നാൽ രാഷ്ട്രീയത്തിൽ ആരും ആർക്കും സ്ഥിരം സുഹൃത്തുക്കളല്ല എന്ന് വിജയ് ഇപ്പോൾ അവരെ പഠിപ്പിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയെ എന്തിനാണ് ചുമക്കുന്നത് എന്ന TVK അണികളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. 234 സീറ്റുകളിൽ 118 എന്ന കേവല ഭൂരിപക്ഷം നേടാൻ വിജയ് നടത്തുന്ന കുതിരക്കച്ചവടങ്ങൾ, 50,000 രൂപയുടെ കാർഷിക കടാശ്വാസം വഴി കർഷകരെ കയ്യിലെടുക്കുന്ന തന്ത്രം, U സഹായത്തെ രാജ്യസഭയിലേക്ക് അയച്ചുകൊണ്ടുള്ള ആൻറ്റി കറപ്ഷൻ ഇമേജ് ബിൽഡിംഗ്, ഡൽഹിയിൽ മോദിയുമായുള്ള സൗഹൃദ കൂടിക്കാഴ്ച, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ സത്യത്തിലേക്കാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് കോൺഗ്രസിനെ പുറത്താക്കിക്കൊണ്ടാണ്. ഇനിയുള്ള ദിവസങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടത്തിൻ്റെതാണ്.
മധുരാന്തകം, ധാരാപുരം, പെരുന്തുറൈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുന്നതോടെ ടി.വി.കെ കോൺഗ്രസിനെ ഔദ്യോഗികമായി തന്നെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. DMKയെ വഞ്ചിച്ചതിന് കാലം കോൺഗ്രസിനായി കാത്തുവച്ച ഏറ്റവും വലിയ കാവ്യനീതി. സ്വന്തം വിയർപ്പ് കൊണ്ടൊരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത, മറ്റുള്ളവരുടെ ചോരയൂറ്റി കുടിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തമിഴ് മണ്ണിൽ ഇനി സ്ഥാനമില്ല. അതാണ് വിജയ് പറയാതെ പറയുന്നത്.